ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി പെറ്റേഴ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഹൈദരാബാദ് കാണണം, ഹൈദരാബാദ് പോകണം, ഹൈദരാബാദ് റാമോജി ഫിലിം സിറ്റി കാണണം എന്നുള്ളതും ചാർമിനാർ കാണണം, ഹുസൈൻ സാഗർ ലേക്ക് കാണണം എന്നൊക്കെയുള്ള വളരെ നാളത്തെ ആഗ്രഹമായിരുന്നേ. അപ്പം ഈ ഓണാവധിക്ക് അത് സാധിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു 3 ദിവസത്തെ ട്രിപ്പിന് പോയി. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നായിരുന്നു യാത്ര തിരിച്ചത്. അവിടുന്ന് ഒരു 3/4 മണിക്കൂറോളം ഫ്ലൈറ്റ് ലേറ്റായിപ്പോയി. എന്നിട്ട് രാത്രിയായി ഞങ്ങൾ രാജീവ് ഗാന്ധി എയർപോർട്ടിൽ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയപ്പോൾ, ഹൈദരാബാദിലെത്തിയപ്പോൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാക്സി വെയിറ്റ് ചെയ്തു. ഞങ്ങൾ അവിടെ കയറി. ഞങ്ങൾക്ക് നല്ലൊരു ഹോട്ടലും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ ഞങ്ങൾ പ്ലാറ്റിനം ബിസിനസ് ഹോട്ടലിലായിരുന്നു താമസം. അവിടെ എല്ലാം കുഴപ്പമില്ല, നല്ല രീതിക്ക് നല്ലതായിട്ട് പോകാൻ പറ്റി. യാത്രയൊക്കെ സുഖമായിരുന്നു. പക്ഷേ ഹൈദരാബാദിലെ കുറേ വീഡിയോസുകളും കുറേ ഫോട്ടോസുകളും എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് പതുക്കെ ഓരോരോ വ്ളോഗായിട്ട് ഇടണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞാനിങ്ങനെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളൊക്കെ കാണുമായിരിക്കും. പക്ഷേ എന്നാലും അതൊക്കെ എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ വേറെന്താ പറയുക, നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു ഹൈദരാബാദിൽ. നമുക്ക് അവിടുത്തെ ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, ഞങ്ങൾ ഓണം ആഘോഷിച്ചത് ഇപ്രാവശ്യം ഹൈദരാബാദിലായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് റാമോജി ഫിലിം സിറ്റിയിലായിരുന്നു ഞങ്ങളുടെ ഓണം. അവിടെ അടിപൊളിയായിട്ട് ഞങ്ങൾ ഓണമൊക്കെ ആഘോഷിച്ച് സാരി ഡ്രസ്സൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ അവിടെ നല്ലൊരു ഹോട്ടലിലായിരുന്നു. അവിടുന്ന് ഫുഡും ഒക്കെ ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ച് നല്ലൊരു അനുഭവമായിരുന്നു. എന്തായാലും ഈ പ്രാവശ്യത്തെ ഹൈദരാബാദ് യാത്ര, ഞങ്ങളുടെ ഓണവും എല്ലാം ഞങ്ങൾക്ക് ഹൈദരാബാദിൽ വെച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് കൊണ്ട് ഇനി ബാക്കി വീഡിയോസുകളും എല്ലാം അടുത്ത വ്ളോഗിൽ ഞാൻ ഇടാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.